ഇന്ദ്രൻ്റെ കാല് ആക്സിലേറ്ററിൽ അമർന്നു. ചെറുപ്പക്കാരൻ തന്ന അഡ്രസ്സ് കണ്ടെത്താൻ വലിയ പ്രയാസം അനുഭവപ്പെട്ടില്ല. ആ നാട്ടിലെ അറിയപ്പെടുന്ന കുടുംബമാണ് അവർ അന്വേഷിച്ച് ചെന്നത്. അവർ വലിയൊരു വീടിൻ്റെ മുന്നിൽ കാൽ നിർത്തി. ഗേറ്റ് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ബെൽ അമർത്തി ഗേറ്റ് തുറക്കാൻ കാത്തിരുന്നു. ആരാ നിങ്ങൾ? ചെറിയ ഗേറ്റ് തുറന്ന് ഒരാൾ ഇറങ്ങി വന്ന് അവരോട് ചോദിച്ചു. ഇത് വിനിയ ചന്ദ്രൻ്റെ വീടല്ലേ? അയാളുണ്ടോ ഇവിടെ? ഇന്ദ്രൻ സംശയത്തോടെ ചോദിച്ചു. അതെ, സാറും അമ്മയും പുറത്തു പോയിരിക്കുക. അയാൾ അവരോട് പറഞ്ഞിട്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. എപ്പോൾ വരും? ഇന്ദ്രൻ വിളിച്ചു ചോദിച്ചു. ഇന്ന് വരില്ല, അയാൾ തിരിഞ്ഞു നിന്ന് പറഞ്ഞു. പിന്നെ ആരാ ഇവിടെ ഉള്ളത്? ഇന്ദ്രൻ ചോദിച്ചു. അച്ഛനുണ്ട്. എന്താ കാര്യം? അയാൾ അവരുടെ കാറിൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. ഞങ്ങൾ ഒരു കാര്യം അറിയാൻ വന്നതാ. ഇവിടെ ഒരു ദേവി താമസിക്കുന്നില്ലേ? അവരെ പറ്റി എന്തെങ്കിലും അറിവുണ്ടോ? ഇന്ദ്രൻ കാറിൽ നിന്നും ഇറങ്ങി നിന്നുകൊണ്ട് ചോദിച്ചു. എനിക്കൊന്നും അറിയില്ല, പെട്ടെന്ന് മറുപടി പറഞ്ഞു. ചേട്ടാ, ഞങ്ങൾ കുഴപ്പക്കാരല്ല. അയാളുടെ പരിഭ്രാന്തി കണ്ട് ഇന്ദ്രൻ പറഞ്ഞു. എനിക്കൊന്നും അറിയില്ല. ഞാൻ വന്നിട്ട് കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ. എനിക്കിവിടുത്തെ കാര്യങ്ങളിലൊന്നും അറിയില്ല. സാർ ഉള്ളപ്പോൾ വാ. അയാൾ വേഗത്തിൽ അകത്തേക്ക് വലിഞ്ഞു. എന്തോ കുഴപ്പമുണ്ട്. നമ്മൾ എങ്ങനെ അറിയും? ജിത്തു അയാളുടെ പോക്ക് കണ്ട് ഇന്ദ്രനോട് പറഞ്ഞു. ഇതൊരു നാട്ടിൻപുറമാണ്. ഇവിടെ അടുത്ത വീട്ടിൽ ഒരു ശബ്ദവും കേട്ടാ, അല്ലെങ്കിൽ മറ്റൊരുത്തൻ്റെ വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാവരും അറിയും. നമ്മൾ ആ വീട്ടിൽ പോയി അന്വേഷിക്കാം. നേരെ കാണുന്ന വീട്ടിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അത് ശരിയാ. ജിത്തുവും മർജവും അതിനെ ശരിവെച്ചു. കാർ കുറച്ചുകൂടി മുന്നിലേക്ക് മാറ്റി ഇട്ട ശേഷം ആ വീട്ടിൽ നിന്നും നടന്നു. എന്തു പറ്റി മോളെ? ഇന്ദ്രൻ്റെ അമ്മ ആത്മജ കിടക്കുന്ന റൂമിലേക്ക് കയറി വന്നു. കണ്ണുകൾ അടച്ചു കിടക്കുന്ന അവളെ തട്ടി വിളിച്ചു കൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല, ചെറിയൊരു തലവേദന. അവർ ചാടി എണീറ്റ് കൊണ്ട് പറഞ്ഞു. ആണോ? യാത്ര ചെയ്തത് കൊണ്ടാവും. വിശക്കുന്നില്ലേ മോളെ? അമ്മ അവളുടെ നെറ്റിയിൽ കൈ വെച്ചിട്ട് വാത്സല്യത്തോടെ ചോദിച്ചു. ജിത്തുവേട്ടനൊന്നും വന്നില്ലല്ലോ അമ്മേ. എനിക്ക് ഇപ്പോൾ വിശക്കുന്നില്ല. മായേച്ചി എവിടെ അമ്മേ? അമ്മയുടെ സ്നേഹത്തോടെയുള്ള ചോദ്യത്തിന് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. തൻ്റെ അമ്മയെ അവൾ ഓർത്തു. എന്തു പറ്റി മോളെ? അവളുടെ കണ്ണീർ കണ്ട് അമ്മ പതറി. മായമോൾക്ക് റെസ്റ്റാണ്. 2 പ്രാവശ്യം അബോർഷൻ ആയതാ. അതുകൊണ്ട് പേടിയാ മോളെ. ഇന്ദ്രൻ കിടന്നിടത്ത് നിന്നും എണീപ്പിക്കില്ല. മോൾക്ക് പിന്നെ പേടിയാണ്. ഡോക്ടർ പറഞ്ഞു ഫുൾ റെസ്റ്റാണ്. നമ്മുടെ ഇഷ്ടത്തിന് ഒന്നും ചെയ്യണ്ട. എൻ്റെ അമ്മയെ ഓർത്ത് ഞാൻ ഒന്ന് പോയി കണ്ട കുഴപ്പമുണ്ടോ ചേച്ചിയെ? അവൾ മടിയോടെ ചോദിച്ചു. ഞാൻ എൻ്റെ അമ്മ തന്നെയല്ലേ. വാ കുട്ടി. മോള് ആ റൂമിലുണ്ട്. നിങ്ങൾ സംസാരിച്ചിരിക്ക്. ഞാൻ കഴിക്കാൻ എടുക്കാം. മുന്നിലെ റൂമിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ശരി അമ്മ. അവൾ എണീറ്റ് മായ കിടക്കുന്ന റൂമിലേക്ക് നടന്നു. ചേച്ചി. തുറന്നു കിടക്കുന്ന റൂമിലേക്ക് കുറച്ച് മടിയോടെ ആത്മജ കയറി ചെന്നു. ബെഡിൽ ചാരിയിരിക്കുന്ന ബുക്ക് വായിക്കുകയായിരുന്നു മായ. വാ മോളെ. അവളുടെ വിളി കേട്ട് മായ ബുക്കിൽ നിന്നും കണ്ണുമാറ്റി ആത്മജയെ കൈ മനോഹരമായി ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വിളിച്ചു. കഴിച്ചോ മോളെ? മായ ചോദിച്ചു. അവർ വന്നില്ലല്ലോ. അവൾ സങ്കടത്തോടെ പറഞ്ഞു. അവർ രാത്രിയേ വരൂ. ഏട്ടൻ വിളിച്ചിരുന്നു. കോട്ടയം വരെ പോണം പോലും. 3 കൂടി എന്തോ ഒപ്പിക്കാനുള്ള പ്ലാനാണ്. മായ അല്പം ഗൗരവത്തോടെ പറഞ്ഞു. എന്നോടൊന്നും പറയില്ല. മുഖം താഴ്ത്തി ആത്മജ പറഞ്ഞു. ജിത്തു പണ്ടേ കുറച്ച് സീരിയസ് ആണെന്ന് ഏട്ടൻ പറയാറുണ്ട്. എല്ലാം മോള് വിചാരിച്ചാൽ മാറും. മായ ആത്മജയുടെ താടിയിൽ പിടിച്ച് ഉയർത്തിക്കൊണ്ട് ചിരിയോടെ പറഞ്ഞു. മായയുടെ ചിരി കണ്ടപ്പോൾ തന്നെ ആത്മജയുടെ ഉള്ളം തണുത്തു. എന്ത് നല്ല സ്വഭാവം. കോടീശ്വരന്മാരെ പറ്റി താൻ ഇങ്ങനെയൊന്നുമല്ല കരുതിയിരുന്നത്. എന്നാലും പാവ എൻ്റെ ജിത്തുവേട്ടൻ. അവൾ നാണത്തോടെ പറഞ്ഞു. ആണോ? മായ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ചേച്ചി കഴിച്ചോ? അവൾ വിഷമം മാറ്റാൻ വേണ്ടി പെട്ടെന്ന് ചോദിച്ചു. കഴിച്ചു. എപ്പോഴും എന്തെങ്കിലും കൊണ്ട് അമ്മ വരും. വയറ് എപ്പോഴും ഫുള്ളായിരിക്കും. മോള് കഴിച്ചിട്ട് വായോ. മായ വയറിന് തടവിക്കൊണ്ട് പറഞ്ഞു. ഞാൻ എന്നാ കഴിച്ചിട്ട് വരാം. അവൾ പറഞ്ഞിട്ട് റൂമിൽ നിന്നും പുറത്തേക്ക് പോയി.
എൻ്റെ പൊന്നു സാറുമാരെ, ആ കൊച്ചിനെ ഇറക്കി വിട്ടതാ. ഒരു അമ്പോറ്റിക്കൊച്ചായിരുന്നു അത്. വിനയചന്ദ്രൻ. അവൻ്റെ സ്വഭാവത്തിൽ ഒട്ടും വിനയമല്ല. അതെങ്ങനെയാ അതിന് പറ്റിയ ഒരു തള്ളയും? നിങ്ങൾക്കറിയോ, അതിൻ്റെ സ്വത്ത് മൊത്തം മേടിച്ചെടുത്തു. ഇപ്പോൾ അതിനെ ഒഴിവാക്കി വേറെ കെട്ടാൻ നടക്കുക. ഞാറി കിട്ടിയത് തന്നെ. ആ കൊച്ചിൻ്റെ ശാപം അവൻ്റെയും ആ തള്ളയുടെയും തലയിലുണ്ട്. അത്ര കരഞ്ഞിട്ടുണ്ട് ആ കൊച്ച്. ആ കൊച്ച് എങ്ങോട്ട് പോവാനാ? വല്ലോടത്തും പോയി ചത്തു കാണും. പാവം കൊച്ചായിരുന്നു. അവൻ നശിച്ചു പോവുകയുള്ളൂ. അടുത്ത വീട്ടിൽ പ്രായമായ ഒരു സ്ത്രീ തലയിൽ കൈവച്ച് പ്രാഗിക്കൊണ്ടിരുന്നു. ആര് പറയുന്നത് വിശ്വസിക്കും? ജിത്തു ഇന്ദ്രനോട് ചോദിച്ചു. നമ്മൾ എല്ലാവരോടും ചോദിക്കും, ഇന്ദ്രൻ കാറിൽ കയറിക്കൊണ്ട് പറഞ്ഞു. നിങ്ങൾക്ക് വിശക്കുന്നില്ലേ? അർജുൻ ചോദിച്ചു. നമുക്ക് പോകും വഴി കഴിക്കാം. നീയൊന്നടങ്ങ്, ഇന്ദ്രൻ കാറ് മുന്നിലേക്ക് എടുത്തുകൊണ്ട് പറഞ്ഞു. അവർ പോകും വഴി പലരോടും കാര്യങ്ങൾ തിരക്കി. ആ സ്ത്രീ പറഞ്ഞത് തന്നെയാ എല്ലാവരുടെയും വായിൽ നിന്നും കേട്ടത്. അവർ ടൗണിലേക്ക് എത്തിയപ്പോൾ ഉച്ച കഴിഞ്ഞിരുന്നു. ഇന്ന് എൻ്റെ അമ്മൂസ് എന്നെ പഞ്ഞിക്കിടും. കാറിലെ വേഗത കൂട്ടിക്കൊണ്ട് ഇന്ദ്രൻ ചിരിയോടെ പറഞ്ഞു. അത് ഉറപ്പല്ലേ? എന്നെ വീട്ടിലാക്കിയേരെ. എനിക്ക് വയ്യ മായയെ ചീത്തവിളി കേൾക്കാൻ. ഉറക്കെ ചിരിച്ചുകൊണ്ട് അർജുൻ പറഞ്ഞു. എടാ ദുഷ്ട, ഇന്ദ്രൻ അവൻ്റെ വയറ്റിലേക്ക് കുത്തിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ പൊന്നളിയ, ഞാനില്ലേ അർജുനെ അവൻ്റെ വീട്ടിലാക്കി. വീട്ടിലെത്തിയപ്പോൾ സമയം 11 മണി. അവർ ചെല്ലുമ്പോൾ 3 പെണ്ണുങ്ങളും ഹാളിൽ സംസാരിക്കുകയായിരുന്നു. അമ്മോ, എന്താ ഉറങ്ങാതിരുന്നേ? മതി ഇങ്ങനെ ഇരുന്നത്, പോയി കിടക്ക്. അമ്മ, ഇത് കണ്ടില്ലേ? അവളുടെ ഇരിപ്പ് കണ്ട് ഇന്ദ്രൻ സാസന പോലെ പറഞ്ഞു. ഇപ്പോൾ വന്ന് അങ്ങ് ഇരുന്നേ ഉള്ളൂ. അപ്പോളാ നിങ്ങളിങ്ങോട്ട് എത്തിയേ. കഴിക്കാൻ എടുത്തു വെക്കാം, ഫ്രഷായി വാ. അമ്മ എണീറ്റ് അടുക്കളയിലേക്ക് നടന്നു. കൂടെ ആത്മജയും. അവളുടെ മുഖം കടന്നൽ കുത്തി വീർപ്പിച്ചതുപോലെ വീർത്തിരുന്നു. അത് ജിത്തു മൈൻഡ് ചെയ്തില്ല. ഇന്ദ്രൻ മായയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി. ജിത്തു അവൻ്റെ റൂമിലേക്കും. ജിത്തു ഫ്രഷായി വരുമ്പോൾ ഇന്ദ്രനും വന്നു കഴിക്കാനിരുന്നു. നീ കഴിച്ചോ? ആത്മജയോട് ചോദിച്ചു. കഴിച്ചു, അവൾ മുഖം വീർപ്പിച്ച് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആത്മജയ്ക്ക് എന്തു പറ്റി? ഇന്ദ്രൻ ചോദിച്ചു. ഒന്നുമില്ല ചേട്ടാ, ആത്മജ കറി വിളമ്പിക്കൊണ്ട് പറഞ്ഞു. ജിത്തുവേ, ഇന്ന് നിന്റെ കാര്യം പോക്കാ. വൈഫ് പിണങ്ങി. ഇന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, അതൊക്കെ വെറുതെ, എനിക്കതൊന്നും വിധിച്ചിട്ടില്ല. ജിത്തു താല്പര്യമില്ലാതെ പറഞ്ഞു. ഇന്ദ്രൻ പിന്നെ ഒന്നും പറയാൻ നിന്നില്ല. അവൻ്റെ വാക്ക് കേട്ടപ്പോൾ അവൾക്ക് വേദന തോന്നി. അവൾ കഴിച്ച് എണീക്കും വരെ അവിടെ നിന്നു. മോള് റൂമിലേക്ക് പോയിക്കോ, ബാക്കി ഞാൻ നോക്കിക്കോളാം, അമ്മ പറഞ്ഞിട്ട് വേലക്കാരിയും അമ്മയും ചേർന്ന് പാത്രങ്ങളെല്ലാം എടുത്ത് അടുക്കളയിലേക്ക് പോയി. ആത്മജ റൂമിലേക്കും തിരിഞ്ഞു നടന്നു. നാളെ എപ്പോഴാണ് നിങ്ങൾ തിരിച്ചു പോകുന്നത്? ഇന്ദ്രൻ കൈ കഴുകി വന്ന ശേഷം ബെഡിലേക്കിരുന്നു കൊണ്ട് ചോദിച്ചു. രാവിലെ പോണം. ഇനി എന്താ ചെയ്യുക ഇന്ദ്ര? ജിത്തുവും അവനൊപ്പം ഇരുന്നു. കേട്ടത് വെച്ച് ആ വിനയനെ കാണേണ്ട രീതിയിൽ കാണണം. ആ കുട്ടിയെ കണ്ടെത്തണം. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. നിനക്കറിയാലോ അർജുനനെ. അവൻ വേണ്ടത് ചെയ്യും. നീ നിന്റെ പെണ്ണിനെ ഒന്ന് തണുപ്പിക്ക്. ഗുഡ് നൈറ്റ്, ഇന്ദ്രൻ ഗൗരവപൂർവ്വം പറഞ്ഞു നിർത്തി. ഓക്കെ, ഗുഡ് നൈറ്റ്. ജിത്തു എണീറ്റു. ആത്മജ ജനൽ പാളിയിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. തനിക്ക് വഴക്കിടാൻ ജിത്തുവേട്ടനല്ലേ ഉള്ളൂ. എന്നോട് ഒരു സ്നേഹവുമില്ല. എവിടെ പോയെന്ന് പോലും ചോദിക്കാൻ തനിക്ക് അവകാശമില്ലല്ലോ. എൻ്റെ മുഖം കണ്ടിട്ട് എന്തു പറ്റിയെന്ന് പോലും ചോദിച്ചില്ല. അവൾ മനസ്സിൽ പറഞ്ഞു കൊണ്ടിരുന്നു. കണ്ണുകൾ നിറഞ്ഞു തൂവി. ഡോറിൽ അവൻ്റെ സാന്നിധ്യം അറിഞ്ഞപ്പോൾ വേഗത്തിൽ കണ്ണുകൾ തുടച്ച് തിരിഞ്ഞു നിന്നു. നീ ഉറങ്ങിയില്ലേ? ജിത്തു അവളുടെ നിൽപ്പ് കണ്ടു ചോദിച്ചു. അവളിൽ നിന്നും പ്രതികാരം ഇല്ലെന്നും കണ്ടപ്പോൾ അവൾ ബെഡിലേക്ക് കിടന്നു. അവൻ്റെ കിടപ്പ് കണ്ടപ്പോൾ അവൾക്ക് ദേഷ്യം ഇരച്ചു കയറി. ഓ, ഞാൻ ആരാ അല്ലെങ്കിലും? ഞാൻ കിടന്നാലും ഉണ്ടാലും ആർക്ക് എന്ത്? എല്ലാം എൻ്റെ തെറ്റാ. ഇഷ്ടമില്ലെന്ന് അറിഞ്ഞിട്ടും സ്നേഹിച്ചതിന്. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബെഡിലേക്ക് ചാഞ്ഞു. അവളുടെ തേങ്ങൽ കേട്ടപ്പോൾ ജിത്തു പേടിച്ച് തിരിഞ്ഞു കിടന്നു. അവളെ അവൻ്റെ അഭിമുഖമായി കിടത്തി. മോളെ, എന്താ പറ്റിയത്? അവൻ അവളെ വലിച്ച് അവനോട് ചേർത്ത് കിടത്തി കൊണ്ട് ചോദിച്ചു. എനിക്ക് വയ്യ ഇനി ഇങ്ങനെ രണ്ടായി ജീവിക്കാൻ. എനിക്ക് ജിത്തുവേട്ടൻ്റെ മാത്രമാവണം.
എല്ലാ അർത്ഥത്തിലും ഏട്ടൻ്റെ മാത്രം. ആത്മജ അവനെ ഇറുകി കെട്ടിപ്പിടിച്ചു കൊണ്ട് പറഞ്ഞു. അതുമാത്രം വേണ്ട. അവൻ അവളെ നോക്കി വേദനയോടെ പറഞ്ഞു. ഞാൻ അത്ര മോശമാണോ? അവൾ അവൻ്റെ മറുപടിക്കായി നോക്കി. അല്ല, നീ പരിശുദ്ധയാണ്, അവൻ പറഞ്ഞു. നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് മോളെ, പക്ഷേ ഞാൻ ചീത്തയാണ്. പറഞ്ഞു തീരും മുമ്പ് അവൾ അവൻ്റെ ചുണ്ട് കടിച്ചെടുത്തു. അവൻ്റെ കണ്ണുകൾ മീച്ചു വന്നു. അവൻ്റെ ആദ്യ അങ്കലാപ്പ് മാറിയതും അവളിലേക്ക് ചേരാൻ അവൻ കൊതിച്ചു. അവൻ്റെ നാവ് അവളുടെ നാവിലേക്ക് ഇണചേർന്നു. പരസ്പരം ചുംബനങ്ങൾ കൊണ്ട് മത്സരിച്ചു. തോറ്റുകൊടുക്കാൻ ഇരുവരും തയ്യാറായില്ല. അവൻ്റെ വായിൽ ചോരയുടെ ചുവ അനുഭവപ്പെട്ടപ്പോൾ അവൻ അവളിൽ നിന്നും അകന്നു മാറി. അപ്പോഴും അവളിൽ കിതപ്പ് അടങ്ങിയിരുന്നില്ല. മിന്നു, നീ എന്താ ഇങ്ങനെ? നിനക്കെന്തു പറ്റി മോളെ? അവളുടെ മുഖം കയ്യിലെടുത്തു കൊണ്ട് ചോദിച്ചു. പ്രണയം. അവൻ്റെ കണ്ണിലേക്ക് നോക്കി പ്രണയത്തോടെ തന്നെ പറഞ്ഞു. അല്ല, ഇത് നീ ഇവിടെ വന്ന് ഇന്ദ്രൻ്റെയും മായയുടെയും സ്നേഹം കണ്ടിട്ട് കാട്ടിക്കൂട്ടുന്നതാ? എനിക്ക് അറിയാം, അവൻ അവളെ ശാസിക്കും മട്ടിൽ പറഞ്ഞു. അവൻ്റെ കണ്ണിൽ നീർക്കുമിളകൾ ഉരുണ്ടുകൂടി. ഒരിക്കലുമല്ല ജിത്തുവേട്ട, എത്രയോ ദിവസത്തെ എൻ്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചതാ. അവൻ്റെ കണ്ണീർ അവൾ തുടച്ചു കളഞ്ഞു. ഇപ്പോൾ എൻ്റെ മോൾ വേണ്ടാത്ത ചിന്തയിൽ പോവണ്ട. എല്ലാത്തിനും സമയമുണ്ട്. അതുവരെ എൻ്റെ മോൾ ക്ഷമിച്ചു പറ്റൂ. അവൻ അവളെ കളിയാക്കിക്കൊണ്ട് കൂടുതൽ ചേർത്ത് പിടിച്ചു. അവൻ്റെ നെഞ്ചിലേക്ക് കൂടുതൽ അമർത്തി കിടത്തി. അങ്ങനെയാണോ? അവനിൽ നിന്നും കുതറി മാറിക്കൊണ്ട് ദേഷ്യത്തിൽ അവൾ ചോദിച്ചു. ആണ്, അവൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. എന്നാലും ഇടയ്ക്ക് എന്തൊക്കെയാവാം, എനിക്കൊരുപാട് ഇഷ്ടമായി. അവൻ അവളുടെ മുഖത്തെ ദേഷ്യം കണ്ട് ചിരിയോടുകൂടി പറഞ്ഞു. അയ്യോടാ, തരൂല. അവനെ തട്ടിമാറ്റി തിരിഞ്ഞു കിടന്നു. അവൾ തിരിഞ്ഞു കിടന്നപ്പോൾ അവൻ അവളുടെ ഇടുപ്പിലൂടെ കെട്ടിപ്പിടിച്ചു. കൈ എടുത്തു മാറ്റു മനുഷ്യ. അവൾ അവൻ്റെ കൈ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. അത് എൻ്റെ ഇഷ്ടം. എൻ്റെ പെണ്ണിൻ്റെ വയറിൽ തൊടാനും ഉമ്മ വെക്കാനും ആരുടെയും അനുവാദം എനിക്ക് വേണ്ട. ഒരു കെട്ടിയവന്മാർക്കും വേണ്ട. എൻ്റെ വയറിൽ തൊടാനുള്ള ഉമ്മ വെക്കാനും എൻ്റെ അനുവാദം വേണം. എന്നാൽ ഞാനൊന്ന് തിരിച്ചു തന്നാലോ? അവൻ അവളെ തിരിച്ചു കിടത്തിക്കൊണ്ട് ചോദിച്ചു. എന്ത്? അവൾ അറിയാത്ത മട്ടിൽ ചോദിച്ചു. എൻ്റെ കൊച്ചിന് ഒന്നും അറിയില്ല, വിഷമിക്കണ്ട. ഞാൻ പറഞ്ഞു ചെയ്തു പഠിപ്പിക്കാം. അവളെ പൊക്കിയെടുത്ത് അവൻ്റെ ദേഹത്തേക്ക് കിടത്തിക്കൊണ്ട് കുറുമ്പോടെ പറഞ്ഞു. അയ്യേ, ഈ ജിത്തുവേട്ടൻ, അവൾ പറഞ്ഞിട്ട് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. എന്താ നാണം? പറഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ വല്ലതും ചെയ്താൽ എന്താവോ എൻ്റെ ദൈവമേ. അവൻ കൈകൾ രണ്ടും ഉയർത്തി മുകളിലേക്ക് നോക്കി ചിരിച്ചു കൊണ്ട് പറഞ്ഞു. വീണ്ടും തുടങ്ങി. ഒന്നും മിണ്ടാതിരിക്കും മനുഷ്യ. അവൾക്ക് ശരീരത്തിലൂടെ വൈദ്യുതി കടന്നു പോകും പോലെ തോന്നി. നാളെ രാവിലെ ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോവാം. അമ്മ കുറച്ച് ദിവസം അനിയൻ്റെ വീട്ടിൽ നിൽക്കട്ടെ, അല്ലെങ്കിൽ ശരിയാവില്ല. അവൻ അവളുടെ നാണത്തിന് കൂട്ടു പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതെന്താ അങ്ങനെ? അവൾ അവനെ സംശയത്തോടെ നോക്കി. ചെവി കൊണ്ട് വാ, പറയാം. അവളുടെ ചെവിയിൽ കുസൃതി ചിരിയോടെ ചുണ്ടു ചേർത്തു. അയ്യേ, നാണമില്ലാത്ത മനുഷ്യൻ. അവൻ ചെവിയിൽ പറഞ്ഞു കേട്ടപ്പോൾ അവൾ കൂടുതൽ വിവശയായി. അവനിലേക്ക് കൂടുതൽ പറ്റിച്ചേരാൻ അവളുടെ ഉള്ളം കൊതിച്ചു. എന്തിന് ഞാൻ നാണിക്കണം? എനിക്ക് നാണോ മാനമൊന്നുമില്ല, പറഞ്ഞേക്കാം. നീ നാളെ മുതൽ അയ്യോ ഏട്ടാ വേണ്ട എന്ന് കരയാൻ തുടങ്ങും. അവൻ അവളുടെ മാറ്റങ്ങൾ ആസ്വദിച്ചു കൊണ്ട് പറഞ്ഞു. ചീ, മതി പറഞ്ഞത്, എനിക്ക് ഉറക്കം വരുന്നു. അവൾ അവൻ്റെ വാ പൊത്തിപ്പിടിച്ച് വാക്കുകളെ തടുത്തുകൊണ്ട് പറഞ്ഞു. അതെ, ഇന്ന് ഉറങ്ങിക്കോ. നാളെ മുതൽ ഉറക്കമില്ലാത്ത രാത്രിയാണ്. ഇരുവരും പരസ്പരം ചിരിച്ചുകൊണ്ട് രണ്ടുപേരും ഒരു ഭാരവുമില്ലാതെ കിടന്നുറങ്ങി. അപ്പോഴും അവൻ്റെ കൈ അവളെ പൊതിഞ്ഞിരുന്നു. ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് അവൻ പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞു. സാറേ, എന്നെ ഒന്നും ചെയ്യല്ലേ? അർജുൻ വിനയചന്ദ്രനെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചു ഉയർത്തിയപ്പോൾ ആലില പോലെ വിറച്ചുകൊണ്ട് പറഞ്ഞു. വിനയചന്ദ്ര മോനെ, ആ പെണ്ണിനെ നീയും നിൻ്റെ തള്ളയും ചേർന്ന് എന്താ ചെയ്തത്? അർജുൻ അവൻ്റെ നാവി നോക്കി ഒരെണ്ണം കൊടുത്തു. ഞാൻ അവളെ ഒന്നും ചെയ്തില്ല, ഇറക്കി വിട്ടു. അവൻ കൈ കൂമ്പി യാചിച്ചു. അവൻ്റെ വായിൽ നിന്നും കട്ട ചോര പുറത്തേക്ക് വന്നു. കാരണം എനിക്കറിയാം, സ്വത്ത് മൊത്തം കിട്ടിയപ്പോൾ ഭാര്യയെ ഒഴിവാക്കണം. അതൊക്കെ വിട്.
നീ ഒരാഴ്ചക്ക് ഉള്ളിൽ ആ പെണ്ണിനെ കണ്ടുപിടിച്ച് സ്വത്ത് മൊത്തം തിരിച്ച് എഴുതി കൊടുക്കണം. അതല്ല, അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ പറയുന്ന ആളുടെ പേരിൽ മൊത്തം സ്വത്തും എഴുതി കൊടുക്കണം. അവനൊരു ദയവും കൂടാതെ അവനെ വീണ്ടും പൊക്കിയെടുത്തു. ചെയ്യാം, എന്നെ ഇനി തല്ലിയ ചത്തുപോവും, അവൻ വേദന സഹിക്കാൻ വയ്യാതെ പറഞ്ഞു. ഇതിനൊരു മാറ്റമുണ്ടായ പിന്നെ നീ ഇല്ല, കൊന്നു കളയും. നീ താലി കെട്ടിയ ആ പെണ്ണിനെ എന്തൊക്കെ ചെയ്തു? ആരും ചോദിക്കാനില്ലെന്ന് അറിയാവുന്നത് കൊണ്ടല്ലേ നിൻ്റെയൊക്കെ കുത്തി കപ്പ് തീർത്തത്? വേദന എല്ലാവർക്കും ഉണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായോ? ഒരു ദയവും അവനോട് അർജുന് തോന്നിയില്ല. പലരിൽ നിന്നും കേട്ട കാര്യങ്ങൾ മനസ്സിൽ വന്നപ്പോൾ വിനയനെ കൊല്ലാൻ തോന്നി. അതാണ് ഇന്ന് തന്നെ ഇവനെ തൂക്കിയത്. ഇല്ല, ഞാൻ ചെയ്തു തരും, അവൻ പറഞ്ഞു. നീ ഒന്നോർത്തോ, നിന്റെ വീട്ടിൽ നിന്നും ഈ രാത്രി ഇവിടെ എത്തിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഊഹിച്ചാൽ മതി. അവൻ്റെ ചെവി കല്ല് പോകും പോലെ ഒരെണ്ണം കൂടി കൊടുത്തിട്ട് അർജുൻ പറഞ്ഞു. എനിക്ക് മനസ്സിലായി. എന്നാൽ അടുത്ത ആഴ്ച നിന്നെ വാച്ച് ചെയ്യാൻ ആളുണ്ട്. വല്ല നാറത്തരവും ചെയ്ത പിന്നെ അറിയുമല്ലോ. അവനെ എടുത്ത് കാറിലേക്ക് ഇരുത്തിക്കൊണ്ട് വിരൽ ചൂണ്ടിക്കൊണ്ട് ഓർമ്മിപ്പിച്ചു. ഞാൻ ചെയ്തു തരും, അവൻ പറഞ്ഞിട്ട് കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു. അവൻ്റെ മനസ്സിൽ ജീവൻ കിട്ടിയതിൻ്റെ സമാധാനം മാത്രം.